വായനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ, കോട്ടയം ജില്ലയിലെ നീലംപേരൂർ. 1909 മാർച്ച് 1 ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കാൻ തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ. അടുത്ത ക്വസ്റ്റ്യൻ. പി എൻ പണിക്കരുടെ മുഴുവൻ പേര്? പുതുവായിൽ നാരായണ പണിക്കർ. പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? പി എൻ പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് പി എൻ പണിക്കർ. പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷമാണ്? പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? 2004 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ്? എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. അടുത്ത ക്വസ്റ്റ്യൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അടുത്ത ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികളാണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത ക്വസ്റ്റ്യൻ. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം? ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഉണ്ണുനീലി സന്ദേശം.